നമസ്കാരം. എൻ്റെ എല്ലാ മലയാള സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിഷു ആശംസകൾ നേരുന്നു. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് വിഷു. ഈ വിഷു ദിനത്തിൽ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ 14-ാം തീയതി രാവിലെ 8:30 മണിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വേദിയിൽ അവതരിപ്പിച്ച കഥ കർണൻ അവതരിപ്പിക്കുകയുണ്ടായി. 51 വർഷങ്ങൾ കൊണ്ട് 1028 വേദികളിൽ അവതരിപ്പിച്ച കഥകളിൽ ഏറ്റവും കൂടുതൽ കഥ അവതരിപ്പിച്ചത് കർണൻ്റെ കഥയാണ്. അതുകൂടാതെ തന്നെ ഒരു സാമൂഹിക കഥ കൂടി പറയുന്നുണ്ട്. ഞാൻ ഭാരതീയൻ. ദേശസ്നേഹം തുളുമ്പുന്ന ഒരു കഥയാണ്, ഒരു സസ്പെൻസ് കഥയാണ്, ഒരു പോലീസ് സ്റ്റോറിയാണ്. അത് നാളെ 8:30 ദൂരദർശൻ DD മലയാളം ചാനൽ പ്രക്ഷേപണം ചെയ്യും. അതുപോലെ തന്നെ 16-ാം തീയതി രാവിലെ വീണ്ടും കർണൻ രാവിലെ 8 മണിക്ക് 8:30 ഉണ്ടാവും. അതുപോലെ തന്നെ 17-ാം തീയതി 1:30 വീണ്ടും ഞാൻ ഭാരതീയൻ എന്ന കഥ ദൂരദർശൻ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. അത് എല്ലാവരും ദയവായി നിങ്ങൾ കേൾക്കണം. നല്ല കഥയാണ്. എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. കണ്ടു കഴിഞ്ഞാലല്ലേ അഭിപ്രായം പറയാൻ പറ്റും. അതുകൊണ്ട് കാണണം, എല്ലാവരും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഥ അവതരിപ്പിച്ചത് ഈ കഥയും കർണനുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ്. അതുകൊണ്ട് ആ കഥ നിങ്ങളെല്ലാവരും കാണണം, കേൾക്കണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി, ഒരു അഭ്യർത്ഥനയോടുകൂടി നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കഥ കേട്ട് ആസ്വദിക്കുന്ന, നല്ല അഭിപ്രായങ്ങൾ പറയുന്ന മലയാളികളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഈ കഥകൾ കേട്ട് അഭിപ്രായങ്ങൾ പറയുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്, അഭിപ്രായപ്പെടുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ ദിവസവും നല്ല വിഷു ദിനമായി ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.